ശ്രീ ഗണേശായ നമഃ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഭക്തിനിർഭരമായ ഈ സന്ധ്യാവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി മലയാളം ഓൺലൈൻ വിഭാഗം അവതരിപ്പിച്ചു വരുന്ന ശ്രീമദ് ഭഗവത്ഗീത അധ്യയനത്തിന്റെ 156 ദിവസമായ ഇന്ന് ഇവിടെ പഠന വിധേയമാക്കുന്നത് 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 16 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇന്നത്തെ അധ്യയനത്തിൽ പങ്കെടുക്കുന്നത് ആരെല്ലാമെന്ന് നോക്കാം. ധ്യാന ശ്ലോകം ചൊല്ലുന്നത് നമ്മുടെ യശോദ ദേവി അക്കയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പാഠഭാഗങ്ങൾ ആവർത്തിച്ചു ചൊല്ലുന്നത് മാധവി അക്കയും ഉഷ ഹരീഷ് അക്കയുമാണ്. ഇന്നിവിടെ 16 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ നേതൃത്വം നൽകുന്നത് നമ്മുടെ സരോജിനി അക്കയാണ്. 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ആവർത്തിച്ചു ചൊല്ലുന്നത് അംബിക രാജനക്ക. ഈ ശ്ലോകങ്ങളുടെ വിശദീകരണം നൽകുന്നത് നമ്മുടെ രാജമ്മ അക്കയാണ്. 19 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങൾ ആവർത്തിച്ചു ചൊല്ലുന്നത് ഉഷ കെ അക്കയാണ്. ഈ ശ്ലോകങ്ങളുടെ വിവരണം നൽകുന്നത് നമ്മുടെ ഗിരിജ രാജേന്ദ്രൻ അക്കയാണ്. ബേക്കപ്പായി ലാലി അക്കയും രമ അക്കയും ഉണ്ട്. ഈ സന്ധ്യാവേള ഭക്തി നിർഭരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യോഗബന്ധുക്കൾക്കും സുസ്വാഗതം. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിന് യശോദ അക്കയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയമക്ക. ശ്രീ പരമാത്മനേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹദ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ വന്ദേന വേലാകുലാ. അശ്വത്ഥാമവികർണ ഘോരമകരാ ദുര്യോധനാവർത്തനീം ധോതീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. ആരാചര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ സേവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലബ്ധധ്വം കിജ്ഞശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്പാദമഹം വന്ദേ പരമാനന്ദമാധവം.
യം ബ്രഹ്മാരുദ്രേന്ദ്ര വരുണേന്ദ്രരുദ്രമരുതസ്കുന്വന്തി ദിവ്യസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം കാമഗഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യദക്ഷാമം യദരസം പൂരിപര്യഷിതം ജയത് ഉച്ഛിഷ്ടമഭിചാമേദ്യം ഭോജനം താമസപ്രിയം അഫലാകാംക്ഷിഭിര്യജ്ഞഃ വിദിതിഷ്ടോയ ഇജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സാത്വികഃ അഭിസന്ധായ തു ഫലം സംതപ്താമപി ചൈവ യത് ഇച്ഛ്യതേ ഭരതശ്രേഷ്ഠ തയ്യജ്ഞം സിദ്ധിരാജസം. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യത്തെ അനുദ്വേഹകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ. ഹരിയാം സരോജിനിയക്ക. ഹരി ഓം. 16-ാമത്തെ ശ്ലോകം. മനഃ പ്രസാദ സൗമ്യത്വം മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ മൗനമാത്മവിനിഗ്രഹഃ ഭാവസംശുദ്ധിരിത്യേതത് ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യത്തെ തപോമാനസമുച്യതേ. അടുത്തതായി 2 ലൈൻ വീതം നമുക്ക് ചൊല്ലാം. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യത്തെ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യതേ. ശ്ലോകം മുഴുവനായിട്ട് ചൊല്ലാം. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യത്തെ. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹഃ ഭാവസംശുദ്ധിരിത്യേതത് തപോമാനസമുച്യതേ. അടുത്തത് 17-ാമത്തെ ശ്ലോകം. നമുക്ക് ഓരോ വരിയായിട്ട് ചൊല്ലാം. ശ്രദ്ധയാ പരയാ തപ്തം ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഃ തപസ്തത്രിവിധം നരൈഃ അഫലാകാംക്ഷിഭിർയുക്തൈഃ അഫലാകാംക്ഷിഭിർയുക്തൈഃ സാത്വികം പരിചക്ഷതേ
സാത്വികം പരിചക്ഷതേ. 2 ലൈൻ വീതം ചൊല്ലാം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഃ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരൈഃ. അഫലാകാംക്ഷിഭിർയുക്തൈഃ സാത്വികം പരിചക്ഷതേ. അഫലാകാംക്ഷിഭിർയുക്തൈഃ സാത്വികം പരിചക്ഷതേ. ശ്ലോകം മുഴുവനും ചൊല്ലാം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈഃ അഫലാകാംക്ഷിഭിർയുക്തൈഃ സാത്വികം പരിചക്ഷതേ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരൈഃ അഫലാകാംക്ഷിഭിർയുക്തൈഃ സാത്വികം പരിചക്ഷതേ. 18ാമത്തെ ശ്ലോകം ഓരോ വരി ആദ്യം ചൊല്ലാം. സത്കാരമാന പൂജാർത്ഥം സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് തപോത്തംബേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം ക്രിയതേ ദദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. രാജസം ചലമധ്രുവം. 2 വരി വീതം. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ക്രിയതേ ദദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ശ്ലോകം മുഴുവനും ചൊല്ലാം. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവ യത് ക്രിയതേ ദദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ഹരി ഓം. നമുക്ക് വിശദീകരണം കേൾക്കാം ഈ 3 ശ്ലോകത്തിന്റെയും. ഹരി ഓം തത്സത് പരമാത്മനേ നമഃ. 16ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ 15ാമത്തെ ശ്ലോകം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ 15ാമത്തെ ശ്ലോകം കൂടി ഇന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വാചികമായ തപസ് എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ തപസ് തന്നെ 3 തരത്തിലുള്ള തപസ്സുണ്ട്. എന്താണ് തപസ്? ഫലമിച്ഛിക്കാത്തവരും വിയോഗമുക്തന്മാരുമായി മനസ്സിന് അടക്കം വരുത്തിയവരുമായ ആളുകള് പരമമായ ശ്രദ്ധയോടുകൂടി ശരീരം, വാക്ക്, മനസ്സ് കൊണ്ട് ചെയ്യുന്ന 3 വിധമായ തപസ്സിനെയാണ് ഇവിടെ ഭഗവാൻ വർണ്ണിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യമേ 15ാമത്തെ ശ്ലോകത്തിൽ അത് തുടങ്ങുന്നു. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സാധ്യായ അഭ്യാസനം ചയവ വാക്മയം തപ ഉച്ചതി. അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ അനുവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ പ്രയോജനകരമാണ് എല്ലാം, എന്നാലും ഇത് പ്രത്യേകിച്ച്. അപ്പൊ
നമ്മളെ ഇവിടെ ഹിംസ, അഹിംസ, അഷ്ടാംഗ യോഗ മാർഗത്തിലെ നിയമം ഒക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചു. അതിലെ ഹിംസയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഹിംസ, അഹിംസ? ഹിംസ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയെയോ ഒരു പ്രാണിയെയോ കൊല്ലുന്നതിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഹിംസ. അപ്പൊ ഒരെണ്ണത്തിനെ കൊന്നാൽ ആ കൊല ഒരു പ്രാവശ്യം കൊണ്ട് അവന്റെ കൊല അങ്ങ് തീർന്നു. പക്ഷേ നമ്മൾ വാക്കുകൊണ്ടുള്ള കൊല, ഹിംസ, അത് ഓരോ നിമിഷവും നമ്മൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഹിംസ, വാക്കുകൊണ്ടുള്ള ഹിംസയാണ് ഇവിടെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത വിധത്തിലുള്ള സംസാരം, വാക്ക് ഉപയോഗിക്കണം എന്നാണ് അനുദ്വേഗകരം. അനുദ്വേഗകരം എന്ന് പറഞ്ഞാൽ പ്രാണികളെ ദുഃഖിപ്പിക്കാതിരിക്കുന്നത്. എളുപ്പം ഞാൻ പറയുകയാണ്. പിന്നെ സുഖകരമായി, നമ്മള് നാട്ടിലൊക്കെ പറയും മധുരം, തേൻ ചേർത്ത വാക്കുകൾ കൊണ്ട് സംസാരിക്കണമെന്ന്. തേനും കൊണ്ട് നടക്കാൻ പറ്റില്ല. നമ്മൾ വളരെ മധുരമായി, കേൾക്കുന്നവർക്ക് സന്തോഷം തോന്നുന്ന, ഓർത്താൽ വീണ്ടും അവരോടൊന്നുകൂടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ ഹിതമായിട്ടുള്ളത്, എല്ലാം ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ പറയുമ്പോൾ അവർക്ക് ഹിതമായിട്ടുള്ള അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ല, നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ പോലും. അതുകൊണ്ട് അപ്രിയ സത്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ പോലും അവരോട് നേരിട്ട് ചെന്നിട്ട് നീ അത് ചെയ്തല്ലോ എന്ന് പറയാതെ ഇരിക്കുന്നതാണ് വാഗ്മയ തപസ്സിന്റെ ഒരു ഭാഗം. രണ്ടാമത് എന്താണ്? നമ്മൾ സ്വാധ്യായം നമ്മൾ പഠിച്ചതാണ്. ഇതിനകത്ത് നിയമത്തിൽ പഠിച്ചതാണ് സ്വാധ്യായം. എന്താണ്? വേദങ്ങളും ഉപനിഷത്തുകളും അതുപോലെയുള്ള ജ്ഞാനം തരുന്ന പുസ്തകങ്ങള്, അറിവുകൾ നമ്മള് വെറുതെ പ്രാഗ് വായന എന്ന് പറയും. അങ്ങനത്തെ വായനയല്ല. അർത്ഥം മനസ്സിലാക്കിയിട്ട്, തത്വം മനസ്സിലാക്കിയിട്ട് വായിച്ച്, എന്നിട്ട് അതുപോലെ തന്നെ നാമം ജപിക്കുകയും ആ കൃത്യസമയം, ത്രിസന്ധ്യ എന്നൊക്കെ നമ്മൾ പറയും, സന്ധ്യാസമയങ്ങളില് ഒക്കെ ജപിക്കുകയും ആ കിട്ടിയ അറിവ് ഇഷ്ടമുള്ള, ഇതിൽ താല്പര്യം, ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ഇത് താല്പര്യമുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ അർജുന എന്ന് പറയുന്നുണ്ട്. ആ താല്പര്യമുള്ളവരൊക്കെ നമ്മൾ ഇപ്പൊ ഈ ഗീത ഇതാണ്, താല്പര്യമുള്ള കുറെ പേരാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക, അത് വാഗ്മയ തപസ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ ആ 15-ാം അധ്യായത്തില് ഇപ്പൊ തപസ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മള് ഇതെല്ലാം ഇങ്ങനെ ഈശ്വരീയമായ ഉള്ള ചിന്തകളോടുകൂടിയുള്ള ഒരു ഇതിനെയാണ് മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി അങ്ങനെ നമ്മൾ സംയമനത്തോട് ജീവിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് തപസ് എന്ന് പറയുന്നത്. അല്ല കാഷായമൊക്കെ ധരിച്ച് നമ്മളെ ഹിമാലയത്തിലേക്ക് പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തപസ് അനുഷ്ഠിക്കാം. ഇനി നമുക്ക് എളുപ്പം 16-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാൻ സമയം കാരണം. മനഃപ്രസാദ സൗമ്യത്വം മനം ആത്മവിനിഗ്രഹ ഭാവ സംശുദ്ധിർ ഇത്യേതത്തപോ മാനസം ഉച്യതേ. മനഃപ്രസാദ. ഇനി അടുത്ത ഒരു ഘടകമാണ് ഇതിന്റെ തപസ്സിന്റെ. അതെന്ത് തപസ്സാണെന്ന് നമുക്ക് നോക്കാം. അന്ധക്കരണത്തിന്റെ തെളിവ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് തന്നെ എന്താണ്? മനസ്സൊര പകുതി ശുദ്ധമായിരിക്കും, അന്ധക്കരണം തെളിഞ്ഞതായിരിക്കും, എന്നാൽ നെഗറ്റീവ്സ് കുറവുള്ളത്. അതാണ് അന്ധക്കരണം തെളിഞ്ഞു എന്ന് പറയുന്നത്. അല്ല അതിനകത്ത് വിളക്ക് കത്തിച്ച് വെച്ചു എന്നല്ല. അപ്പൊ അവിടെ ഒരു തെളിവുണ്ട്. സൗമ്യത്യം, എല്ലാവരോടും നന്മ, എല്ലാവരുടെയും എന്താണ്? ലോക സമസ്ത സുഖിനുഭവന്തു. എനിക്ക് സുഖമാണ്, അതുപോലെ എല്ലാവർക്കും സുഖമാവട്ടെ, അയൽവക്കത്തുകാർക്ക് സുഖമാവട്ടെ. യേശുക്രിസ്തു പറഞ്ഞ ഒരു അടുത്ത വീട്ടിന് സുഖമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അതുപോലെ മൗനം, ആത്മചിന്തനം. മൗനം എന്ന വാക്കിൽ നിന്നാണ് മുനി എന്ന വാക്കുണ്ടായത്. മൗനത്തിലൂടെ ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരെയാണ് മുനി എന്ന് പറയുന്നത്. അവരെ വായു മുറിച്ചുകെട്ടി ഇരിക്കുന്നു എന്നല്ല അർത്ഥം. അവര് മിതമായി സംസാരിച്ചുകൊണ്ട്, മിതമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈശ്വര ചിന്തയോട് നാമമൊക്കെ ജപിച്ച് ആ ഈശ്വര സാക്ഷാത്കാരത്തെ ആഗ്രഹിക്കുന്ന അവരെയാണ് മുനികൾ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കും വീട്ടിൽ ഇതുപോലെ
കുറെ മൗനമായിട്ട് ഒരു ദിവസം ഇത്ര സമയമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ നമുക്ക് മൗനമായി മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിയും. ആത്മവിനിഗ്രഹ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് ഒതുക്കി നിർത്തൽ, അതും ഇതാണ് നിയമം. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇന്ദ്രിയങ്ങളെ നമുക്ക് പുറത്തേക്കെടുത്ത് ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുക. ഇന്ദ്രിയ നിഗ്രഹണത്തിന് കഴിവ് വളരെ പ്രയാസമാണ്. ഇന്ദ്രിയ നിഗ്രഹം നമുക്ക് തോന്നും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന്, പക്ഷെ നമ്മൾക്ക് സമയമാവുമ്പോൾ നമ്മുടെ ആ സ്വഭാവം പുറത്തേക്ക് പോകും. അതിനാണ് ഭാഗവത്തില് ഒരു കഥയുണ്ട്, സൗരഭ്യ മഹർഷിയുടെ കഥ. വെള്ളത്തിനടിയിൽ പോയി തപസ് ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന് ഇന്ദ്രിയ നിഗ്രഹണം പൂർണ്ണമായി സാധിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അടുത്തത് ഭാവസംശുദ്ധി, ശുദ്ധമായ ഭാവന കൊണ്ടുണ്ടാകുന്ന മനോവികാരം. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള ഒരു വ്യക്തിയുടെ മാനസികമായ വികാരം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചു നോക്കാം. മറ്റുള്ളവരോട് ദയ, നല്ല അവരോട് സൗമ്യമായി പെരുമാറല്, ആധ്യാത്മികമായ നോളജ് അത് പകർന്നു കൊടുക്കല്, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് എങ്ങനെയുള്ളത്? മാനസികമായ തപസ്സില്, മൗനമായ മാനസിക തപസ്സിലുള്ളത്. അപ്പൊ ഇനിയും നമുക്ക് വാഗ്മയ തപസ് നമ്മൾ പഠിച്ചു. അടുത്തത് മാനസ തപസ്സാണ്. മനഃശുദ്ധി, പ്രാണികളിലുള്ള ക്ഷേമകാംക്ഷ, അധ്യാത്മ ചിന്തനം, ഇന്ദ്രിയ നിഗ്രഹം, ശുദ്ധമായ ഭാവം, ഇവയെല്ലാം മാനസ തപസ്സാകുന്നു. അപ്പൊ മനസ്സിനെ നമുക്ക് തപസ്സിലേക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് മനസ്സിനെ അതിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ മനസ്സ് തപസ്സിൽ നിന്നും ഇരിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രത വേണം. അങ്ങനെ ഏകാഗ്രതയോട് ദേഹേന്ദ്രിയങ്ങളുടെ സംയമനവും മനസ്സിനെ തന്നെ മനസ്സംയമനവും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമുക്ക് സംസ്കൃതത്തിൽ ഒരു പറച്ചിലുണ്ട്, യത് യത് ഭാവേതി തത് തത് ഭവതി. നമ്മൾ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. എനിക്ക് ഇന്ന IAS കാരനാവണം, എനിക്ക് ഡോക്ടർ ആവണം, അല്ലെ എനിക്ക് സംതിങ് അത് വേണം എന്ന് നിരന്തരമായി മനസ്സിനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന് അത് തന്നെ സംഭവിക്കും. അങ്ങനെ തന്നെ എത്തിച്ചേരാൻ കഴിയും. നമ്മൾ വീഴും ഞാൻ ഇറങ്ങിയാ വീഴും എന്ന് വിചാരിച്ചും കൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ വീഴും. അതല്ല, ഞാൻ ഇത് പിടിച്ചുകൊണ്ടാണ്, ഞാൻ കോൺഫിഡൻസോടാണ് എന്ന കോൺഫിഡൻസിൽ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ വീഴത്തില്ല. സോ എത്തത് ഭാവയതി തത്തത് ഭവതി. നമ്മൾ എന്തെന്ത് ചിന്തിച്ചും കൊണ്ട് ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതൊക്കെ തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അത് അടുത്തത്. ഇനി അടുത്തത് അടുത്ത ശ്ലോകം ഏറ്റവും പ്രധാനമാണ്. ശ്രദ്ധയാ പരയാ തപം തപസ്തത്രിവിധം നരൈ അഫലാകാംക്ഷുക്തൈ സ്വാത്വികം പരിചക്ഷതി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അഫലാകാംക്ഷി, ഫലേക്ഷയില്ലാതെ, ഒരു ഫലവും ആഗ്രഹിക്കാതെ, യുക്തൈ നരൈ, മനസ്സമാധാനമുള്ളവരായ നരന്മാർ. അവിടെ പ്രത്യേകം പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോകുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അടുത്തുള്ളവന്റെ നാശം കാണാനും മറ്റുള്ളവരെ മാനസികമായി പീഡിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി പരയാ ശ്രദ്ധയ, ഉത്കൃഷ്ടമായ, ഈ ശ്രദ്ധ എന്നുള്ള വാക്കിന് ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഇവിടെ. ശ്രദ്ധ എന്ന് പറഞ്ഞാല് വെറും നമ്മൾ പറയുന്ന ശ്രദ്ധയല്ല, ഇൻവോൾവ്മെന്റ്. പൂർണ്ണമായും 100% ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട്. ഗീതയിൽ പലയിടത്തും ഭഗവാൻ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ലബ്ധ്വ പരം ജ്യോതി എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധയോടെ ഏതൊരുവൻ ഏത് കാര്യത്തിലും അർപ്പണബോധത്തോടെ ഇൻവോൾവ് ചെയ്യുന്നുവോ ആ കാര്യം പൂർണ്ണമായും അവർക്ക് സക്സസ് ആയിരിക്കും. അപ്പൊ ശ്രദ്ധ, ഭാഗവതം തന്നെ നമുക്കറിയാം. ഭാഗവതില് ശ്രീ ശുകമുനിയും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദത്തില് 2 പേര് തമ്മിൽ ശ്രദ്ധയോടുള്ള ചോദ്യവും അതിന് പറ്റിയ ഉത്തരവും പരീക്ഷത്തിന് ശ്രീ ശുകമുനി കൊടുക്കാനുള്ള കഴിവുണ്ട്. അവിടെ ശ്രദ്ധയാണ്. ആ ശ്രദ്ധയോടെ ഈ ഭാഗവത രസം ആസ്വദിച്ച് പാനം ചെയ്യുന്ന ഒരാളിന് പരമമായ പദത്തിലെത്താമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലായിടും ശ്രദ്ധ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ 3 തരത്തിലുള്ള ഇങ്ങനെ ഉള്ള
അതിലെ അതാണ് അടുത്ത ശ്രദ്ധ. ത്രിവിധം തത് തപ, 3 വിധത്തിലുള്ള തപസ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സാത്വിക തപസ്? സാത്വിക തപസ്സിന്റെ 3 ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വാക്മയ തപസ്, മാനസ തപസ്, കായഭേദ സദസ്. ശരീരം കൊണ്ടുള്ള തപസ്, പിന്നെ മനസ്സുകൊണ്ടുള്ള തപസ്, പിന്നെന്താണ്? വാക്മയം, വാക്കുകൊണ്ടുള്ള തപസ്. ഇതാണ് സാത്വികമായ തപസ്സിന്റെ 3 ഘടകങ്ങൾ. പല അപേക്ഷ. അപ്പൊ ബ്രാഹ്മണൻ, കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രാഹ്മണൻ, അത് ഞാൻ ഓർത്തിരിക്കുകയാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണുനൂലിട്ടിട്ട് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ജാതിയായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നായരെന്നും അല്ല ക്രിസ്ത്യൻ അങ്ങനെ പറയുന്ന ജാതിയാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആരോ അവൻ ബ്രാഹ്മണൻ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അന്ന് പഴയ കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു വേദങ്ങളും ഉപനിഷത്തും ഒക്കെ പഠിച്ച് ജ്ഞാനം കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് ഇത് ഇപ്പറഞ്ഞ പോലെ ഫലേക്ഷ കൂടാതെ അത് ദാനം ചെയ്തുകൊണ്ടിരുന്നത് ബ്രാഹ്മണരായിരുന്നു. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും ബ്രാഹ്മണനാവാൻ കഴിയും. എനിക്ക് ബ്രാഹ്മണനാവാൻ കഴിയും, നമുക്ക് ഓരോരുത്തർക്കും ആവാൻ. ബ്രഹ്മത്തെ അറിയാനുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അത് സ്വായത്തമാക്കണം. അതാരാണ് ബ്രാഹ്മണൻ. അല്ല പൂജ കഴിക്കുന്നവരെ അല്ല നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അവിടെ ഒക്കെ നമുക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. അങ്ങനെ ഫലേക്ഷ കൂടാതെ എന്താണ് മനോവാക്കായ ഭേദന പറഞ്ഞിട്ടുള്ള ഈ തപസ്സിനെയാണ് സാത്വിക തപസ് എന്ന് പറയുന്നത്. അപ്പൊ 3 തരം തപസ്സുണ്ട്. സാത്വിക തപസ്, രാജസിക തപസ്, തമസിന്റെ തപസ്. അപ്പൊ ഇവിടെ ഈ സാത്വിക തപസ് നമ്മൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. 3 വാക്കുകൊണ്ടുള്ളത്, മനസ്സം കൊണ്ടുള്ളത്, നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാം എന്തായിരിക്കണം? മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കണം, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതായിരിക്കണം, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നതായിരിക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഉത്കൃഷ്ടമായ ആഗ്രഹമൊന്നുമില്ലാതെ മനസമാധാനം ചേർന്ന് ഇരിക്കുന്ന ആ വിശേഷണം, ആ പരമമായ ആ സത്യമത്തെ അറിയുന്നതാണ് സാത്വികമായ സാത്വികമായ തപസ്. ഇനി അടുത്തത് നമുക്ക് തുടങ്ങുന്നത് രാജസ തപസ്. അത് വളരെ തമാശയാണ്, നമുക്കൊക്കെ മനസ്സിലാവും, നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ്? സത്കാരം, മാന, പൂജ, അർത്ഥം, തപോ, ദംഭേന ചൈവ യത് ക്രിയതേ തത് ഇഹ പ്രോക്തം രാജസം ശലം അധ്രുവം. യത്തപ, യാതൊരു തപസ് എന്ന് പറഞ്ഞ രാജസ തപസ് എങ്ങനെയുള്ളതാണ്? സത്കാരമാന പൂജ, അർത്ഥം. നമ്മൾക്ക് ഞാൻ ശ്രേയസ് എന്നും പ്രേയസെന്നും 2 വാക്കുകൾ പറഞ്ഞില്ല തോന്നുന്നു. ശ്രേയസ്കരം, പ്രേയസ്കരം. നമ്മൾ അറിയാതെ തന്നെ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പേര് മഹാത്മാഗാന്ധി, വിവേകാനന്ദ സ്വാമി, ശങ്കരാചാര്യർ, അതുപോലെ അതൊക്കെ ശ്രേയസ്കരങ്ങളാണ്. ശ്രേയസ് എന്ന് പറയാൻ നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന ബാനറൊക്കെ എഴുതിയൊട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അതാണ് പിന്നെ പ്രേയസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രേയസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? യജ്ഞങ്ങൾ നടത്തുന്നു, സൽക്കാരങ്ങൾ നടത്തും, അവന്റെ മാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് കാല് കഴിയിക്കുന്നു, പൂജ ചെയ്യിക്കുന്നു, ദമ്പ പാവങ്ങൾക്ക് കൊടുക്കാതെ അവനവനെക്കാളി വലിയവരെ വിളിച്ച് സദ്യ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പൊങ്ങച്ചങ്ങളെല്ലാം കാണിച്ചിട്ട് അത് ശലം അധ്രുവം, അങ്ങനെ കാണിക്കുന്ന ദമ്പും അഹങ്കാരവും കൊണ്ടുള്ള യജ്ഞവും തപസ്സും, അതും ഒരു തരം തപസ്സാണ്. അതിനാണ് രാജസ തപസ് എന്ന് പറയുന്നത്. ആ തപസ് എന്താണ്? എന്നും നിലനിൽക്കുന്നത് അല്ല. അത് താൽക്കാലികമായ ഒരു പേര് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഈ വ്യക്തികളെ വിളിച്ച് സദ്യ കൊടുത്തില്ല എങ്കിൽ, അവരെ വിളിച്ച് സമ്മാനങ്ങൾ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ പേര് അപ്പോഴേ എന്തായി? നെഗറ്റീവായി കഴിഞ്ഞു. സോ ശലം അധ്രുവം, ഇളക്കമുള്ളതും സ്ഥിരതയില്ലാത്തതുമാണ് ഈ രാജസ്യ തപസ് വേണ്ടി ചെയ്യുന്ന നമ്മുടെ കാട്ടിക്കൂട്ടലുകളാകുന്ന ദമ്പുകൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് രാജസം, രജോ ഗുണം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന തപഹ പ്രോക്തം തപസ് എന്ന് പറയുന്നു. അപ്പൊ മറ്റുള്ളവരിൽ നിന്നും സത്കാരത്തിനും മാനത്തിനും പൂജയ്ക്കും വേണ്ടി പൊങ്ങച്ചം കൊണ്ട് ചെയ്യുന്ന നിഷ്ഠയില്ലാത്തത്,
നമ്മൾ ഓരോ കർമ്മം കഴിഞ്ഞപ്പോ ഇന്ന മാസത്തില്, ശരത്കാലത്ത്, അല്ലെ ഇന്ന സമയത്ത്, ഇന്ന മുഹൂർത്തത്തില് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊന്നുമില്ലാതെ നമുക്കൊരു സൗകര്യം വന്നു. ഇന്ന് അപ്പൊ ക്രിസ്തുമസിന്റെ അവധിയാണ്, 10 ദിവസമുണ്ട്. അപ്പൊ നമുക്ക് എന്നാ ഇടമ്പോ ഒന്ന് കാണിച്ചേക്കാം, എല്ലാരെയും ഒരു ക്ഷണിച്ചു വരുത്തി. അപ്പൊ അങ്ങനെ കാലത്തെയോ ദേശത്തെയോ സമയത്തെയോ തന്ത്രങ്ങളെയോ മന്ത്രങ്ങളെയോ ഒന്നും മാനിക്കാതെ ഡംബിന് വേണ്ടി ചെയ്യുന്ന തപസ്സിനെയാണ് രാജസ തപസ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഈ തപസ് ഇനിയും അടുത്ത ശ്ലോകങ്ങളില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിവർത്തി മാർഗവും പ്രവർത്തി മാർഗവും 2 മാർഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സ്വാത്വിക തപസ് എന്ന് പറയുന്ന നിവർത്തി മാർഗത്തിൽപ്പെടും, ഇതാണെങ്കിൽ പ്രവർത്തി മാർഗത്തിൽപ്പെടും. എന്തായാലും 3 തരത്തിലുള്ള ഈ തപസ്സിനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഏതാണ് നമ്മൾക്ക് ഉചിതമെന്ന് തോന്നി അതിനെ കുറച്ച് സ്വീകരിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഒറ്റയടി കൊണ്ട് നമുക്കുള്ള സ്വഭാവങ്ങൾ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞത് എന്താണ്? അഭ്യാസേന കൗന്ദേയ. എല്ലാ കാര്യത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നതാണ് അഭ്യാസേന കൗന്ദേയ. നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ അല്ലയോ കുന്തിപുത്ര നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇന്നൊരു ദിവസം ഈ ശ്ലോകം വായിച്ചത് കൊണ്ടോ ഇത് കേട്ടത് കൊണ്ടോ നമുക്കിത് സ്വായത്തമാക്കാൻ കഴിയില്ല. ഇത് നിരന്തരമായി കേൾക്കണം. ശ്രവണമാണ് ഏറ്റവും നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയ ഒരു മാധ്യമം. സത്സംഗമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഈ ഗീതയൊക്കെ ഇതിൽ കൂടെ പഠിപ്പിക്കാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത് ഈശ്വരാധീനം, ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഇതിന് അവസരം തന്ന ഈ സമിതിക്കും സിന്ധു അക്കയ്ക്കും കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരിയം. ഹരിയം അക്ക. ഹരിയം സരോജിനി അക്ക. ഹരിയം ഉഷാക്ക. ഹരിയോ. അടുത്തത് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 19ാമത്തെ ശ്ലോകമാണ്. മൂഢഗ്രാഹേണാത്മനോ യത് മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ പീഡയാ ക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വാ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം തത്താമസമുദാഹൃതം. ഇത് 2 ലൈൻ വീതം ചൊല്ലാം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. ശ്ലോകം മുഴുവനായിട്ട് ചൊല്ലാം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയത്തെ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. അടുത്തത് 20ാമത്തെ ശ്ലോകം ചൊല്ലാം. ഓരോ വരിയായിട്ട് ആദ്യം ചൊല്ലാം. ദാതവ്യമിതി യദ്ദാനം ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച ദേശേ കാലേ ച പാത്രേ ച
തദ്ദാനം സാത്വികം സ്മൃതം. തദ്ദാനം സാത്വികം സ്മൃതം. രണ്ടു വരി വീതം. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ. ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ശ്ലോകം മുഴുവനും കൂടി ചൊല്ലാം. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ. ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ. ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. അടുത്തത് 21-ാമത്തെ ശ്ലോകം. ഓരോ വരി വീതം ചൊല്ലാം. യത്തു പ്രത്യുപകാരാർത്ഥം യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ. ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം. ദീയതേ ച പരിക്ലിഷ്ടം. തദ്ദാനം രാജസംസ്മൃതം. തദ്ദാനം രാജസംസ്മൃതം. രണ്ട് ലൈൻ വീതം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ. ദീയതേ ച പരിക്ലിഷ്ടം. തദ്ദാനം രാജസംസ്മൃതം. ദീയതേ ച പരിക്ലിഷ്ടം. തദ്ദാനം രാജസംസ്മൃതം. ശ്ലോകം മുഴുവനായിട്ട് ചൊല്ലാം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ. ദീയതേ ച പരിക്ലിഷ്ടം. തദ്ദാനം രാജസംസ്മൃതം. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ. ദീയതേ ച പരിക്ലിഷ്ടം. തദ്ദാനം രാജസംസ്മൃതം. അടുത്ത ഈ 3 ശ്ലോകത്തിന്റെയും വ്യാഖ്യാനം കേൾക്കാം. ഹരി ഓം രമാക്ക. അടുത്തത് ഹരി ഓം. രമയാണ്. ഹരി ഓം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇപ്പോ രാജമ്മക്ക എല്ലാം വിസ്തരിച്ചു കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധാത്രയ വിഭാഗ 17-ാമത്തെ അധ്യായം. 3 തരത്തിലുള്ള ശ്രദ്ധയെ കുറിച്ച്. ത്രയ ശ്രദ്ധ. അപ്പൊ എന്താണ് പറയണത്? തപസ്സിനെ കുറിച്ചാണ് ഇപ്പൊ ഭഗവാൻ പറയുന്നത്. അത് ഏത് തപസ്സാണ്? സാത്വികമായതും രാജസികമായതും താമസികമായതും അല്ലെ. ഒരുപാട് പ്രാവശ്യം ഭഗവാൻ ഇതൊക്കെ പറഞ്ഞതാണ്. സാത്വികം, താമസം, രാജസത്തെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ഭഗവാൻ വിവരിച്ചു തന്നു. പക്ഷെ ജ്ഞാനം ഇനിയും ഉറച്ചിട്ടില്ല നമ്മളിൽ നിന്ന് മനസ്സിലായ ഭഗവാൻ വീണ്ടും വീണ്ടും നമ്മളെ അത് പറഞ്ഞ് മനനം ചെയ്യിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ 3 തരത്തിലുള്ള തപസ്സാണ് കാണുന്നത്. സാത്വിക തപസ്. എന്താണ് സാത്വികം എന്ന് പറഞ്ഞാൽ? എന്താണ്? ആ മനഃശുദ്ധിയോടുകൂടെ. മനഃശുദ്ധി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്? നമ്മള് ആ ഷഡ്വൈരികളെയൊക്കെ, കാമക്രോധ മോഹലോഭ എല്ലാത്തിനെയും മനസ്സിൽ നിന്നും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടെ ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന കർമ്മത്തെയാണ് തപസ്സിനെയാണ് സാത്വികമായ തപസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
രാജസികമായ തപസ് എന്താണ്? നമ്മളൊരു കർമ്മം ചെയ്യുന്നു, അതിനെന്തായിരിക്കണം? അതിന് നമുക്ക് മറ്റുള്ളവർ നമ്മളെ ആദരിക്കണം. നമ്മൾ പുരാണങ്ങൾ പാരായണം ചെയ്യുന്നു, എനിക്ക് അതൊക്കെ അറിയാം. അതുപോലെ തന്നെ ഓരോ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊരു കാര്യം ചെയ്തുകൊണ്ട് അത് നമുക്ക് അറിയാമെന്നുള്ള ഭാവത്തില് മറ്റുള്ളവരുടെ പ്രശംസയ്ക്കായിക്കൊണ്ട്, അല്ലെങ്കിൽ അവര് നമ്മളെ ബഹുമാനിക്കണം, അവര് നമ്മളെ ആദരിക്കണം എന്ന ചിന്തയോടെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് പറയുന്നത് താമസികമായിട്ടുള്ളത്. ഇനി രാജസികം എന്താണ്? സ്വന്തം കാര്യം നേടാൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടായാലും യാതൊരു വിഷമവും വരില്ല അവർക്ക് ഈ ഭൗതിക സുഖങ്ങളൊക്കെ ആസ്വദിച്ചു പോണം. അതിനുവേണ്ടി എന്തൊരു ത്യാഗവും, മറ്റുള്ളവരെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും മടിയില്ലാത്ത ഒരു വർഗങ്ങളാണ്, അവരെയാണ് നമ്മൾ രാജസികന്മാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിനായി നമുക്കറിയാം, ഓരോ അസുരന്മാരെ അല്ലെ തപസ് ചെയ്യുന്നു. രാവണൻ, അതുപോലെ പിന്നെ ഒറ്റക്കാലിൽ നിന്നിട്ട് പിന്നെ ഒരസുരൻ തപസ് ചെയ്തു ശിവനെ. അത് കഴിഞ്ഞ് ശിവൻ വരം കൊടുത്തപ്പോഴോ ശിവന്റെ പിന്നാലെ ഓടുകയാണ് കൊല്ലാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ദുഷ്ട മനസ്സുള്ളവരെയാണ് നമ്മൾ പറയുന്നത് പിന്നെ രാജസികന്മാർ, അല്ലെങ്കിൽ അതാണ് രാജസിക ഗുണം. അപ്പൊ ഇവിടെയോ നമ്മളൊക്കെ തന്നെ ആ സാത്വികമായ തപസ് ചെയ്യുന്നവരാണ്. എന്താണ് തപസ്? നമ്മളുടെ ആ കർമ്മങ്ങള് അത് മനഃശുദ്ധിയോടെ ആ നിഷ്ഠയോടെ ചെയ്യുന്ന എന്തും തന്നെ തപസ്സാണ്. നമ്മളിപ്പോ ദിവസേന നമ്മൾ സ്ത്രീകളാണെങ്കിൽ രാവിലെ എണീക്കണു, കുളിക്കണു, ദീപപ്രജ്വലനം ചെയ്യുന്നു, അടുക്കളയിൽ കയറുന്നു, നല്ല സാത്വികമായ ഫുഡ് ഉണ്ടാക്കി ശുദ്ധമായ മനസ്സോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ ആ ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാണ്. അതാണ് അവിടെ തപസ്സാണ്. അത് കൂടാതെയോ അമ്മമാര് വയ്യാതെ കിടക്കുണ്ടാവും, അച്ഛന്മാര് അല്ലെങ്കിൽ ഭർത്താവ് എല്ലാവരെയും വേണ്ട പോലെ പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്താണ്. സ്വയം പല ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് നമ്മള് മറ്റുള്ളവരുടെ സന്തോഷത്തിനായിക്കൊണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ തപസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു വിധത്തില് സാത്വിക തപസ് അനുഷ്ഠിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ 19ാമത്തെ ശ്ലോകാണ് കിട്ടിയിരിക്കണേ. വായിക്കാം. മൂഢഗ്രാഹേണ ആത്മനഃ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യ ഉത്സാധനാർത്ഥം വാ തത് താമസം ഉദാഹൃതം. അപ്പൊ അവിടെ പറയേണ്ടായി സാത്വിക തപസ്സിനെ പറ്റിയും രാജസിക തപസ്സിനെയൊക്കെ പറ്റി വിവരിച്ചു. ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്നത് താമസ തപസ്സൊക്കെ വിവരിച്ചു. രാജസികമായ താമസമായിട്ടുള്ള താമസിക തപസ്സാണ്. മൂഢഗ്രാഹേണ ആത്മന എന്താണ്? മൂഢഗ്രാഹന്മാർ എന്താണ്? മൂഢന്മാരെന്താണ്? അവരെ കൂടുതൽ നല്ല ചിന്തയൊന്നുമില്ല. ഭൗതികതയിലുള്ള ആ ഒരു ആഗ്രഹം, ആ മോഹം, ഭൗതിക സുഖങ്ങളിലുള്ള മോഹം കൊണ്ട് തപസ് ചെയ്ത് എന്തും നേടി ജീവിതകാലം മുഴുവനും സുഖിച്ച് വസിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ, ദുഷ്ചിന്തയാണ്, മൂഢചിന്തയോടുകൂടെ യത് ആത്മനഃ യത് പീഡയ ആത്മാവിനെയും ശരീരത്തിനെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് തപഃ തപസ് അനുഷ്ഠിക്കുന്നു, കഷ്ടപ്പെടുത്തുകയാണ് ആത്മാവിനെയും ശരീരത്തിനെയും. എന്നിട്ടൊക്കെ തപസ് ചെയ്ത് പിന്നെന്താണ്? പരസ്യ ഉത്സാധനാർത്ഥം എന്നാ പറയാ. ഒപ്പം തന്നെ എന്താണ്? അന്യന്റെ നാശം ലക്ഷ്യമാക്കുകയാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യം നേടുക എന്നുള്ള ഒരു പരസ്യ ഉത്സാധനാർത്ഥം വാ തത് ഏതാണോ നമ്മൾ അനുഷ്ഠിക്കുന്നത് ആ ഒരു തപസ്സിനെ പറയാണ് താമസം ഉദാഹൃതം. താമസം എന്ന് പറയാണ്. അപ്പൊ അന്യന്റെ നാശം ലക്ഷ്യമാക്കി സാധിച്ചെടുക്കുന്ന ഒരു തപസ്സിനെയാണ് നമ്മള് പിന്നെ താമസമായിട്ടുള്ള തപസ്സായി കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ഭസ്മാസുരൻ, നേരത്തെ എനിക്ക് ഓർമ്മ വന്നില്ല പേര്. ഭസ്മാസുരൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു. എന്നിട്ട് ശിവൻ വരം കൊടുത്തു കഴിഞ്ഞപ്പോ ശിവന്റെ ശിരസിൽ തന്നെ തലവെച്ച് കൊല്ലാൻ പോവാണ്. അപ്പൊ ശിവൻ പോയാലും കുഴപ്പമില്ല, എന്റെ കാര്യം സാധിച്ചെടുക്കുക. അങ്ങനെ രാവണനായാലും അവരൊന്നും സതുദ്ദേശത്തോടു കൂടെയുള്ള തപസ്സുകളായിരുന്നില്ല, മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ടുള്ള
തപസ്സുകളായിരുന്നു എന്ന് പറയാണ്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 20. ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ് ദാനം സാത്വികം സ്മൃതം. ഇനി ദാതവ്യമിതി, ദാനത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ദാനം? ദാതവ്യം, കൊടുക്കപ്പെടുന്നത് എന്താണോ അതിനെ നമ്മള് ദാനം എന്ന് പറയുന്നു. ദീയതേ, പറയപ്പെടുന്നു. അനുപകാരിന്, അങ്ങനെ വരുമ്പോ പറയാണ് ദേശേ കാലേ ച പാത്രേ ച, ദേശം നോക്കിയിട്ട്, ദേശം എന്ന് പറയുമ്പോ സ്ഥലം നോക്കിയിട്ടൊക്കെ നമ്മൾ ദാനം ചെയ്യുക. നമ്മളിപ്പോ ഒരു ക്രൗഡ് ആയിട്ടുള്ള സ്ഥലത്ത് കുറെ ആൾക്കാരുണ്ട്, അവിടെ വെച്ചിട്ട് ഒരു പേരെടുക്കാൻ വേണ്ടി ദാനം ചെയ്യുന്നതല്ല ഉചിതം എന്ന് പറയുകയാണ് ഇവിടെ. അതുപോലെ തന്നെ കാലം നോക്കിയിട്ട്, കാലം എന്ന് പറയുമ്പോ ആ സ്ഥിതിഗതികളൊക്കെ നോക്കണം. എന്താണ് അവർക്ക്, ഒരു ആൾക്ക് ദാനം ചെയ്യുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, അവര് രോഗ അവസ്ഥയിലാണോ, ശരിയായ രീതിയിൽ വ്യസനിക്കുന്നവരാണോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ദാനം. അതുപോലെ പറയണ പാത്രേച്ച, പാത്രം അറിഞ്ഞ് ഭിക്ഷ ചെയ്യാന്ന് പറയില്ലേ നമ്മള്, അവരതിന് അർഹനാണോ എന്നും കൂടെ പിന്നെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ദാനം കൊടുക്കാൻ. നമ്മൾ എന്തിനാ കൊടുക്കണേ? ഒരാൾ കൊടുത്താൽ എല്ലാവരും അങ്ങോട്ട് കൊടുക്കും, പേരെടുത്താൽ അയ്യോ പിന്നെ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്താ വിചാരിക്കുക. അപ്പൊ അതല്ല, അങ്ങനെ നമ്മള് സന്മനസ്സോടുകൂടെ, ആ മനഃശുദ്ധിയോടുകൂടെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടണം. അതും നമ്മുടെ സമൂഹത്തിലുള്ളവരാവാം, നമ്മുടെ ബന്ധുജനങ്ങളാവാം, അവർക്കത് ഉപകാരപ്പെടണം. അതും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അത് കൂടുതലായിട്ട് വരുന്നതെല്ലാം ദാനം ചെയ്തുകൊണ്ട് നമ്മളെ മറ്റുള്ളവരെ എന്താണ് സഹായിക്കുക, സഹായഹസ്തവുമായിട്ട് ചെയ്യുന്നതാണ് ദാനം, ശരിയായ രീതിയിലുള്ള ദാനം എന്ന് പറയുന്നത്. ഇനി ചിലരുണ്ട് ദാനം അനുപകാരിനെ, ഉപകാരം ഇല്ലാതെ അങ്ങനെ കൊടുക്കും. ചിലര് കൊടുക്കാന്ന് പറയും, ഞാൻ ഇത്ര തരാന്ന് പറയും. കൊടുക്കാൻ നേരത്ത് തോന്നും അയ്യോ കൊടുക്കണ്ടായിരുന്നു, ഞാൻ ഇത്ര കൊടുക്കണ്ടേ. ഇനിയിപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വിചാരിക്കും അയ്യോ അവരിനി എന്തെങ്കിലും എനിക്ക് അതിന് തിരിച്ചു തരുമോ, ഒരു ഉപകാരം ഇല്ലാത്തവന് ഞാൻ എന്തിനു കൊടുക്കണം. അങ്ങനെയുള്ള ചിന്തയൊന്നും പാടില്ല. എല്ലാം ഈശ്വര സമർപ്പണമായിക്കൊണ്ട് സത്ചിന്തയോടുകൂടെ നമ്മള് ദാനം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം ഇനി. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. അപ്പൊ നമ്മളിപ്പോ കണ്ടു താമസമായിട്ടുള്ള കാര്യങ്ങള്, സാത്വികം കണ്ടു നമ്മള്, സത്വഗുണത്തോടുകൂടെ. ആ സത്വഗുണം എന്താണ്? ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നു. അത് ഇപ്പൊ ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോ ഇരു ചെവി അറിയാതെ ഇടത് കൈ കൊടുത്താൽ വലത് കൈ അറിയരുതെന്ന് പറയും. അത്രയും സൂക്ഷ്മമായി രഹസ്യമായി ദാനം ചെയ്യണം. അതാണ് സാത്വികമായ ദാനം എന്നാണ് പറയുന്നത്. അടുത്തതാണ് രാജസികമായിട്ടുള്ള ദാനമാണ് ഇവിടെ 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യദതു പ്രതി ഉപകാരാർത്ഥം, പ്രത്യുപകാരാർത്ഥം തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ, ഫലം ഉദ്ദിശ്യ, അല്ലെങ്കിൽ ഒരു ഫലം അയാളിൽ നിന്ന്, ഞാൻ കൊടുക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റുമോ, അതാ അങ്ങനെ വാ പുനഃ വീണ്ടും ദീയതേച പരിക്ലിഷ്ടം. അതാണ് ഇവിടെ പരിക്ലിഷ്ടം, മനസ്സ് ഖേദിച്ചുകൊണ്ട്. കൊടുക്കാന്ന് പറയും, കൊടുക്കാൻ നേരത്ത് മനസ്സിനാകെ ഒരു വല്ലായ്മ വരും. കൊടുക്കണോ കൊടുക്കണ്ടേ, ഇവർക്ക് കൊടുത്തിട്ട് ഇപ്പൊ എന്താ കാര്യം, എന്റെ കാശ് പോവില്ലേ. ധനം മാത്രമല്ല, ദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാവാം, അതുപോലെ തന്നെ സ്നേഹമാവാം. എന്ത് തന്നെ നമ്മൾ കൊടുക്കുന്നത്, രോഗപീഡിതനായി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ അവിടെ പോയി കുറച്ച് പൈസയുടെ ആവശ്യം അവർക്കില്ലായിരിക്കാം, പക്ഷെ സ്നേഹമായിട്ടുള്ള ഒരു പറച്ചിലിലൂടെ അവർക്ക് വളരെ ആശ്വാസം ലഭിക്കുകയാണെങ്കിൽ അതൊരു സാത്വികമായ സ്നേഹദാനമായി. അതുപോലെ തന്നെ ജ്ഞാനം, ആർക്കാണോ അറിവ് കുറവ്, അവർക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോ അവരെ നമ്മള് ജ്ഞാനം പകർന്നു കൊടുത്താൽ അതൊരു സാത്വികമായ
ജ്ഞാനത്തിന്റെ ലക്ഷ്യമായി. അങ്ങനെ പല കാര്യങ്ങളും, ധനം മാത്രമല്ല, എത്രയോ പേര് ധനമുണ്ട്, പക്ഷെ പല മറ്റു കാര്യങ്ങളും ആവശ്യമുള്ളവരുണ്ട്. അപ്പൊ എന്താണോ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. സാധിക്കുമെങ്കിൽ അത് നല്ലപോലെ മനഃശുദ്ധിയോടെ, നല്ല ചിന്തയോടെ അത് കൊടുക്കുക, ഇരുചെവി അറിയാതെ കൊടുക്കുക. അതൊക്കെയാണ് ശരിയായിട്ടുള്ള സാത്വികമായ ദാനം എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മളെ കൊടുക്കുമ്പോ 4 പേര് അറിഞ്ഞില്ലെങ്കിൽ വലിയ വിഷമാ നമുക്ക്. അയ്യോ, നമ്മുടെ കയ്യിൽ നിന്നല്ലേ പോകുന്നത്. പക്ഷെ അതൊന്നും നല്ലതല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അടുത്തതാണ് പറയുന്ന പ്രത്യുപകാരാർത്ഥം. അവൻ ഞാൻ കൊടുക്കുന്നവരെ കൊണ്ട് എന്തെങ്കിലും എനിക്ക് ഉപകാരം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ കൊടുത്തുകൂടാ. അതുപോലെ ഫലം ഉദ്ദേശിച്ച ചിലരൊക്കെ കാണില്ലേ, നാളെ എന്തെങ്കിലും എനിക്ക് ദേഹസഹായെങ്കിലും ചെയ്യും, ഇനിയിപ്പൊ പൈസ കൊടുത്തിട്ട് പൈസ തിരിച്ചു തന്നില്ലെങ്കിലും, അങ്ങനെയൊക്കെ ഉദ്ദേശം പാടില്ല. പുനഃ ദീയതേച്ച പരിക്ലിഷ്ടം. വിഷമിക്കാതെ ഒരു ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ പുണ്യകർമാണ്, ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണ്. അതന്നെ നമ്മൾ പറയും അന്നദാനം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. എന്തുകൊണ്ടാണ്? അന്നദാനം കഴിച്ചു കഴിഞ്ഞാൽ പറയും മതി എന്ന് പറയത്രേ. അതാണ് അന്നദാനത്തിന് ഇത്ര ശ്രേഷ്ഠത വരാൻ കാരണം. നമ്മൾ എന്ത് കിട്ടിയാലും ഇപ്പൊ 1000 രൂപ കൊടുത്താൽ പറയും 2000 ആയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ പലതും ചിന്തിക്കും അല്ലെ. പക്ഷെ അന്നം കഴിച്ചാൽ മാത്രം വയറ് നിറയുമ്പോ പറയും മതി എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരാളെ പൂർണ്ണതയിലെത്തിക്കാൻ അന്നദാനത്തിനെ സാധിക്കൂ. അപ്പൊ അങ്ങനെ എന്തുമാവാം, ഏതാണോ മറ്റൊരാൾക്ക് ആവശ്യമുള്ളത് അത് നമ്മള് കൊടുക്കാൻ തുനിയുന്നതാണ് ദാനം എന്ന് പറയുന്നത്. പരിക്ലിഷ്ടം, അതുപോലെ കൊടുക്കാൻ വിചാരിച്ചാ കൊടുക്കുക. പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതേ പറ്റിയൊന്നും ചിന്തിക്കാൻ പാടില്ല. അയ്യോ എന്റെ പൈസ പോയല്ലോ, എന്റെ മറ്റ് സ്നേഹം പോയി, ഒന്നും ചിന്തിക്കാതെ, അങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? തത് ദാനം രാജസംസ്മൃതം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അയ്യോ മനസ്സ് വിഷമിച്ചുകൊണ്ട് കൊടുക്കുന്ന ദാനത്തെയാണ് പറയുന്നത് രാജസമായിട്ടുള്ള ജ്ഞാനം, പിന്നെ ദാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും പാടില്ല. നമ്മൾ ഒരാൾക്ക് ചെയ്യുമ്പോ നമ്മളത് മനസ്സന്തോഷത്തോടുകൂടെ, മനസ്സ് തൃപ്തിയായിട്ട്, ആ ചിത്തശുദ്ധിയോടെ നൽകുക. ഏതൊരു കാര്യമായാലും നമ്മൾ ഒരാളോട് പെരുമാറുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരാളൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അയ്യോ പിന്നെ ഉള്ളിൽ എന്തോ വെച്ചിട്ട് നമ്മളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ഉടനെ അതിനെ മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന വിധത്തില് നമ്മളുടെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. അതാണ് ഒരു സാത്വികമായ ഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡോക്ടർ പൈസ ഉണ്ടാക്കി, ഞാനൊരു 50 ലക്ഷം ചെലവാക്കിയിട്ടാ പഠിച്ചത്, എനിക്ക് അത്രയും തിരിച്ചു കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, എനിക്ക് പണം തിരിച്ചു കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നുണ്ട്. എന്നാ വേറൊരു ഡോക്ടർ ആയിക്കോട്ടെ, മനഃശുദ്ധിയോടെ രോഗിയുടെ ആ ഉത്തമമായ ആരോഗ്യം ചിന്തിച്ചുകൊണ്ട് ആ രോഗത്തെ ചികിത്സിക്കുമ്പോ എന്തായിരിക്കും? അതൊരു സാത്വിക ഭാവമാണ് അല്ലെ. അപ്പൊ സാത്വിക ഭാവം നമ്മൾ മറ്റൊരാളെ കാണിക്കാനല്ല, ആ പരമാത്മാവിനെ കാണിക്കാനായിട്ട്, പരമാത്മാവിന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ടാണ് നമ്മള് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യണേ. അല്ലാതെ കുറെ ഇരുന്ന് വായിക്കുമ്പോഴേക്കോ വീട്ടുകാരൊക്കെ സന്തോഷിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ സന്തോഷിക്കും. അതല്ല അതിന്റെ അർത്ഥം. എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈശ്വര സമർപ്പണമായിട്ട് വേണം എന്നാണ് നമ്മൾ ഇതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ സമയമായോ? 56. അപ്പൊ എപ്പോഴും സാത്വികം, രാജസം, പിന്നെ താമസം, ഈ 3 ഗുണങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ നാളായിട്ട് ഭഗവാൻ ഇത് തന്നെ നമ്മളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. കുറേ അങ്ങോട്ട് പോണം, കുറെ വഴി അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പൊ കുറെ പോകുമ്പോഴേ നമ്മൾ ഇതൊക്കെ നമുക്ക് ഉറച്ചു കിട്ടുള്ളൂ. അപ്പൊ ഭഗവാന്റെ കർമ്മം ചെയ്യുന്നു, നമ്മളെ മനസ്സിലാക്കിക്കാനായിട്ട്, നമ്മളെ ജ്ഞാനികളാക്കാനായിട്ട്. അതിനൊപ്പം അതൊക്കെ സതുദ്ദേശത്തോടുകൂടെ സ്വീകരിച്ച്
നമ്മളും ഒരിക്കലും നമ്മൾ ഒരു പേരെടുക്കാനായിട്ട് ഒരു കാര്യം ചെയ്യരുത്. നമ്മുടെ ഡ്യൂട്ടി എന്നുള്ള അർത്ഥത്തിൽ, നമ്മളെ ഭഗവാൻ ഏൽപ്പിച്ച കാര്യം എന്ന അർത്ഥത്തില് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്കും വളരെ മനസ്സിന് തൃപ്തി വരുന്നു, സന്തോഷം വരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം. അപ്പൊ നമ്മളെല്ലാവരും ഒന്നായി കാണുക. നമ്മൾ അതാണ് ആദ്യം വേണ്ടത്. ഞാൻ എന്നുള്ള ആ അഹങ്കാരമോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഏറ്റക്കുറച്ചിലുണ്ട്. ഒരാളുടെ അറിവല്ല വേറൊരാൾക്ക്. അപ്പൊ എനിക്ക് ഒരാൾക്ക് പറയാൻ അറിയെങ്കിൽ വേറൊരാൾക്ക് അതിലും നല്ല കഴിവുണ്ടാവും. ഒരാള് വീട്ടിലെ ഓഫീസ് വർക്ക് ചെയ്യും, ഒരാൾ കുക്കിങ്ങിൽ എത്ര നല്ല കാര്യങ്ങള്, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ സാധിക്കും. അതൊക്കെ ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഓരോ കഴിവുകളാണ്. എല്ലാവർക്കും ഒരേ കഴിവൊന്നുമില്ല. പിന്നെ ചിലരൊക്കെ എല്ലാത്തിലും ഓടിച്ചാടി നടക്കുമ്പോ കുറച്ചൊക്കെ എന്തെങ്കിലും അറിയും എന്നേ ഉള്ളൂ. അല്ലാതെ കഴിവുകളൊക്കെ ഭഗവാൻ ഏൽപ്പിക്കുന്നതാണ്. അതിന് സാധിക്കും, നിനക്കതിന് സാധിക്കുമെന്ന് ഉദ്ദേശത്തോടെ ഭഗവാൻ ഓരോരുത്തരെ ഓരോ കർമ്മങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അത് ഭഗവാൻ നമുക്ക് തരുന്ന ചാൻസ് ആണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്ത് കാണിക്കുക, ചെയ്ത് സമർപ്പിക്കുക. ഭഗവാന്റെ പേരില് ചെയ്ത് സമർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇവിടെ രാജസം, സാത്വികവും പിന്നെ താമസമൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി മനസ്സൊന്ന് നമ്മുടെയൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. അറിയില്ല, കുറേ കേട്ട് നമ്മളൊക്കെ മാറി എന്താണ് സത്സംഗമാണെങ്കിലും അതിൽ ഉയർന്ന സംഘമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരിയോം. സമയായി തോന്നുന്നു. ഹരിയോം. 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 അങ്ങനെ ഇന്നത്തെ അധ്യയനം വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ അക്കമാര് പറഞ്ഞ പോലെ സാത്വിക ഗുണങ്ങളുടെ തൈവിധ്യം അനുസരിച്ച് വരുന്ന, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഉള്ള വ്യക്തികളുടെ വിശ്വാസങ്ങൾ, ആഹാരഭേദങ്ങൾ, യജ്ഞങ്ങൾ, തപസ്സുകൾ, ദാനം, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇതിൽ ഏതിൽ പെടണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. വേണ്ട ഭേദങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾക്കും ഏത് ഗണത്തിൽ നമ്മൾ പെടണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞോട്ടെ. ഇന്നിവിടെ വളരെ ഭംഗിയായി ധ്യാനശ്ലോകം ചൊല്ലിയ നമ്മുടെ യശോദ അക്ക, പിന്നെ ചാൻഡിങ് റിവിഷൻ നടത്തിയ മാധവി അക്ക, ഉഷ ഹരീഷക്ക, ചാൻഡിങ് ഗൈഡൻസ് നൽകിയ സരോജിനി അക്ക, ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്ത അംബിക രാജനക്ക, ഉഷ കെ അക്ക, ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി മനോഹരമായി വിശദീകരിച്ചു തന്ന രാജമ്മ അക്ക, രമ അക്ക, ഇവരോരോരുത്തർക്കും SPYS സന്ധിയുടെ പേരിലും ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഹരിയോം അക്ക. ഇവിടെ ബാക്കപ്പായി എപ്പോഴും വരാറുള്ള രമ അക്കയ്ക്ക് ഇന്നൊരു അവസരം കിട്ടി. ലാലി അക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹരിയോം അക്ക. പിന്നെ ഇവിടെ ഇതിന്റെ എല്ലാം എഡിറ്റിംഗ്, റെക്കോർഡിംഗ് എല്ലാം ചെയ്ത് ഇവ ഭംഗിയായിട്ട് യൂട്യൂബിലും സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്ന സുനൈനക്ക, രുക്മിണിയക്ക, പിന്നെ SPYSന്റെ സാരഥികളായ ഗോപണ്ണൻ, സിന്ധു അക്ക തുടങ്ങിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ ആങ്കറിങ്ങിന് എനിക്ക് അവസരം തന്ന സിന്ധു അക്കയ്ക്കും SPYSന്റെ ഭാരവാഹികൾക്കും നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതിന് നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി. കണ്ണുകൾ മൃദുവായി അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാത്, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.